എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് എത്ര മണിക്കാണ് നിങ്ങളുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ അതിനുള്ള ഉത്തരം പറയാം. അതായത് അതിനു മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ന് മെറിറ്റ് സീറ്റിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് മാത്രമല്ല, മെറിറ്റ് എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ്, സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റും അതുപോലെ മെയിൻ അലോട്ട്മെൻറ്റ് ഘട്ടങ്ങളിലെ അവസാന അലോട്ട്മെൻറ്റുമാണ് ഇന്ന് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ചിലപ്പോൾ മെറിറ്റ് കോട്ടയിൽ അപേക്ഷിച്ചിട്ടുണ്ടാവും, മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അപേക്ഷിച്ചിട്ടുണ്ടാവും, സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ഇതിലൊക്കെ നിങ്ങളുടെ അതത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് റിസൾട്ട് പരിശോധിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഈ ഒരു എസ്റ്റാബ്ലിഷ് അതായത് മെറിറ്റ് സീറ്റിലും അതുപോലെ സ്പോർട്സ് കോട്ടയിലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഞാൻ അതിൻ്റെ റിസൾട്ട് 1 by 1 ആയിട്ട് ഞാൻ പരിശോധിക്കും. അത് ആദ്യം എസ്റ്റാബ്ലിഷിൻ്റെ നോക്കും, പിന്നീട് അത് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് സ്പോർട്സ് കോട്ടയുടെ കൂടി നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് കാണുന്നത് അനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു HSCAP വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. നിങ്ങളിപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്കിലൂടെയാണ് നിങ്ങളുടെ മെറിറ്റ് കോട്ടയുടെ നോക്കുന്നുണ്ടെങ്കിൽ അത് നോക്കുക. അതിനുശേഷം പിന്നീട് 1 by 1 ആയിട്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൻ്റെയും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയുടെയും റിസൾട്ട് പരിശോധിക്കാം. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് അടുത്ത പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് അതുപോലെ തന്നെ ജില്ല എന്നിവ നൽകുന്നു. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു അതോടുകൂടി ലോഗിൻ ആവുന്നു. ലോഗിൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് പച്ച കളറിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജൂൺ 16, 17 തീയതികളിലായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടുക. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അടുത്തതായിട്ട് ചെയ്യേണ്ടതല്ല, നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ ആയിരിക്കും കൺഗ്രാറ്റുലേഷൻ യു ഹാവ് ഗോട്ട് ഹയർ ഓപ്ഷൻ. അതായത് നിങ്ങൾക്ക് ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റോ അഡ്മിഷൻ എടുത്ത് ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയതുകൊണ്ട് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റിലും കിട്ടിയിട്ടില്ല, സെക്കൻഡിലും കിട്ടിയിട്ടില്ല, ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അതിലും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളും കിട്ടിയ വിദ്യാർത്ഥികളായിരുന്നാൽ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ളൊരു ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇനി അടുത്തതായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയാലും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ സ്കൂളിലെയും ഓരോ കോഴ്സിൻ്റെയും റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾ നിലവിൽ നൽകിയിട്ടുള്ള ഓപ്ഷനുകളുടെ ആ ഒരു ലാസ്റ്റ് റാങ്കും നിങ്ങളുടെ റാങ്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് നിങ്ങൾ നേടേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോ ചേഞ്ച് ഇൻ യുവർ അലോട്ടഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എവിടെയാണോ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൽ പോയിട്ട് ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് ചില വിദ്യാർത്ഥികൾ ഈ ഒരു ടെമ്പററി അഡ്മിഷൻ ആയിരിക്കും നേടിയിട്ടുണ്ടാവുക, എന്നാൽ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ.
അതായത് ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് ഇതിന് താഴെ എല്ലാവിധ ഓപ്ഷൻസും റദ്ദാവും. ഇവിടെയുള്ള അഡ്മിഷൻ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് അതായത് ഈ ഒരു നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആദ്യം അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ ആ ഒരു സ്കൂളിൻ്റെ അതായത് ആ ഒരു സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സ് കോമ്പിനേഷൻ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് വീണ്ടും പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും പോയിട്ട് നിങ്ങളുടെ സീറ്റ് വീണ്ടും പുതുതായിട്ട് കിട്ടിയ സീറ്റിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ചിലപ്പോൾ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു സ്കൂളിലേക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക. മറ്റൊരു സ്കൂളിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയുമാണ്. നിങ്ങൾ ആദ്യം അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടുള്ള അതായത് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടിയ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തിരിച്ചു വാങ്ങിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പുതുതായിട്ട് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട സംശയമായിരിക്കും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ. സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് എപ്പോഴാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ് ഈ ഒരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ മെറിറ്റ് കോട്ട അല്ലാതെ അതായത് മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട ഇവയിലായിരുന്നാൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പരിഗണിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്ര മാത്രമാണ്. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി എങ്കിലും അതല്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ആണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, എന്നാൽ തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലോ അതല്ല മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നിവയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾക്ക് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അഡ്മിഷനായിട്ട് വേണ്ടത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു കോപ്പി ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒറിജിനൽ എടുക്കാം, കോപ്പി ആണെങ്കിൽ കോപ്പി എടുക്കാം. അതുപോലെ തന്നെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അത് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബോണസ് പോയിൻറ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങൾ EWS റിസർവേഷൻ കൊടുത്തവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ ഫീസ് ആനുകൂല്യം ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ഫീസ് കൂടി എടുക്കണം. ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1500 രൂപയ്ക്ക് മുകളിലോട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് യൂണിഫോം നിലവിൽ നിങ്ങൾ വാങ്ങിക്കേണ്ടതില്ല. കാരണം നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന സമയത്ത് മറ്റൊരു സ്കൂളിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചില സ്കൂളിൽ നിന്നും ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ചോദിക്കാറുണ്ട്. അപ്പോൾ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് നൽകിയാലും മതി. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ജൂൺ 16, 17 തീയതികളായിട്ട് അഡ്മിഷൻ നേടുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമാണ് എത്ര മണിക്കാണ് അലോട്ട്മെൻറ്റ് വരിക എന്നുള്ളത്. അപ്പോൾ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.